എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എൽ ജി എസിനും മറ്റുള്ള എക്സാമുകൾക്ക് എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു രസതന്ത്രത്തിൽ നിന്നുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് അടങ്ങിയ വീഡിയോ ആണ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ നന്നായി കാണുക, അതായത് കട്ട് ചെയ്യാതെ കാണുക, വീഡിയോ ഡ്രോപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായി കാണുക. നിങ്ങൾക്ക് ഇത് എന്തായാലും തീർച്ചയായും ഉപകരിക്കുന്ന ഒരു വീഡിയോയായി മാറട്ടെ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇത് 53ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്നാണ് വായിക്കുന്നത്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, 52 വരെയുള്ള ക്വസ്റ്റ്യൻസ്, രസതന്ത്രത്തിൽ നിന്ന് 52 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി നോക്കുക. നമുക്ക് 53ാമത്തെ, ഇതൊരു 15 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. നമുക്ക് 53ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? സി ആണ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, 3. അടുത്തത് 54ാമത്തെ, ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണെന്നുള്ളതാണ് 54ാമത്തെ ക്വസ്റ്റ്യൻസ്. ബി ആണ് ആൻസർ വരുന്നത്. ഏതാണ്? NaHCO3 ആണ്. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? NaHCO3. അടുത്തത് 55ാമത്തെ, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഒരേ ആറ്റോമിക നമ്പറും അതുപോലെ തന്നെ വ്യത്യസ്ത മാസ നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്താണ് പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഡൊബെ റൈനർ, ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ്, ഓപ്ഷൻ സി മെൻഡലിയേഫ്, ഓപ്ഷൻ ഡി മോസ്ലി എന്നുള്ളതാണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നുള്ളതാണ് 56ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, മോസ്ലിയാണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 57ാമത്തെ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏത് എന്നുള്ളതാണ് 57ാമത്തെ. സി ആണ്, ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണെന്നുള്ളതാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അയണിന്റെ അയിര് ഏതാണെന്നുള്ളതാണ് 58ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് 58ാമത്തെ? ബി ആണ്, ഹേമറ്റൈറ്റ് ആണ്. അടുത്ത 59ാമത്തെ, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണെന്നുള്ളതാണ് 59. എ ആണ്, നൈലോൺ ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ ആണ്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ്. നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓപ്ഷൻസ് വായിച്ചേ പറ്റും. നമുക്ക് നോക്കാം. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അതുപോലെ തന്നെ ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ഓപ്ഷൻ ബി അല്ല, 3ാമത്തെ, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണെന്നുള്ളതാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണെന്നുള്ളതാണ് ഓപ്ഷൻസ്. ഇനിയൊരു ഓപ്ഷൻസ് കൂടിയുണ്ട്. അടുത്ത 4ാമത്തെ ഓപ്ഷൻ, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്നുള്ളത് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നുണ്ട്. ഏതാണ് നമുക്ക് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം. 60ാമത്തെ ഡി ആണ്, 4 മാത്രമുള്ള ഒരേ ആറ്റോമിക നമ്പർ വ്യത്യസ്ത മാസ നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അതുപോലെ തന്നെ 61ാമത്തെ, സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്നുള്ളതാണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണെന്നുള്ളതാണ് 61ാമത്തെ ക്വസ്റ്റ്യൻ. സി ആണ് ആൻസർ, പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയയാണ്. 62ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും ചെയ്യാൻ മറക്കരുത്. നമുക്ക് 62ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. 62ാമത്തെ എ ആണ്. എത്രയാണ്? 4 ആണ്. അടുത്ത 63ാമത്തെ, ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. എത്രയാണ്? 1. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. നമുക്ക് ഒപ്പം തന്നെ ഇത് പഠിച്ചും പോകാം, മറക്കാതെ പഠിച്ചും പോകാം. 64ാമത്തെ, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സോഡിയം ബെൻസോയേറ്റ് ആണ്. 64 ബി ആണ്. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം എന്നുള്ളതാണ് 65ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, ഹീലിയമാണ്. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് ഏകാറ്റോമികം? ഹീലിയമാണ്. മറക്കരുത്, ഹീലിയം. അടുത്തത്, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം എന്നുള്ളതാണ് 66ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഏതാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അത് നോട്ട് ചെയ്ത് വെക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നുള്ളതാണ് 67ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്, നൈട്രജനുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.